a ticket, thinking Russia need a visit. I'ma run it to the limit, and me on my way to Venice. LA got the people. നന്ദിക്ക് വേണ്ടി നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ അങ്ങനെ ഉപ്പ് സോഡ പഠിക്കാൻ വേണ്ടി നിർത്തി. ബന്ധു പുരാതനമായ ഒരു കുരിശാണ്. എനിക്കൊരു കപ്ലിന്റെ ഓഫർ ചെയ്തു ഗൈസ്. നമ്മുടെ അടുത്ത കൂട്ടം ആ പവർ നോക്ക് നിങ്ങൾ ഗൈസ്. പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, കാണാനില്ല, കണ്ടില്ല. മറ്റേ നമ്മളങ്ങനെ വണ്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടിട്ട് കാൽപദം പണിത സ്ഥലത്തേക്കാണ് നമ്മൾ. കാൽപദം പണിത സ്ഥലം, കാൽപദം നമ്മളങ്ങനെ അടിവാരത്തിൽ ചേർന്നിരിക്കുകയാണ്. 2:50 തിരിച്ചെത്തി. നമ്മളങ്ങനെ മലയാറ്റൂർ ചേർന്നിരിക്കുകയാണ്. നമ്മൾ മലയാറ്റൂർ ചേർന്നു. മലയാറ്റൂര് ഇവരിറങ്ങാണ്ടിരിക്കാണ്. അപ്പോൾ ഇറങ്ങാൻ നിൽക്കാണ്. ഓക്കെ, അപ്പോ ഇനി ബസ്സിൽ ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ഓക്കെ, ബൈ. ഇത് നമ്മുടെ മലയാറ്റൂർ ഗൈസ്. ഇത് കുന്നമുകളും ഗൈസ്. ബന്ധുക്കളടാ. നമ്മളങ്ങനെ എന്താ പറയാ, സ്വർണ്ണകുരിശിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ. ഓക്കെ, ഇതാണ് സ്വർണ്ണക്കുരിശ്. ഇവിടുത്തെ അതിപ്രധാനവും പുരാതനവുമായ ഒരു കുരിശാണ്. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. പോണത് മറ്റേ തോമസ് ലിഹയുടെ കാൽപാദം പണിത സ്ഥലത്തേക്കാണ് ഗൈസ്. കാൽപാദം പണിത സ്ഥലത്തേക്കാണ് നമ്മൾ. കാൽപാദം പണിത സ്ഥലം, കാൽപാദം പതിഞ്ഞ സ്ഥലം, കാൽപാദം പണിത സ്ഥലമല്ല, പതിഞ്ഞ സ്ഥലം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പെല്ലിങ് തെറ്റും. കാരണം നമ്മൾ കുന്നിൻ്റെ മുകളിലെത്തി. അപ്പോൾ നടന്ന് ഉപ്പാടലേക്കിട്ടാണ് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയണ വാക്കുകൾ മാറിപ്പോണ് ഗൈസ്. ഓക്കെ, ബൈ. നമ്മളെ കൂടെ ചെയ്യാൻ ചെയ്തത് അഡ്വിനാണ്. അവൻ ഫേസ് കാണിക്കണം. പക്ഷെ എന്നാലും ഇത്ര കഷ്ടപ്പെട്ട് പുരാതനമായ കാര്യം പറഞ്ഞിട്ട് ഫേസ് കാണിച്ചില്ലെങ്കിൽ അത് അവന് മോശം, എനിക്ക് മോശം. ഓക്കെ, അപ്പോൾ എഡ്വിൻ നമ്മുടെ സ്വന്തം ആളാണ്. കൊട്ടയുള്ള ആൾ തന്നെയാണ്. അവൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു ഇടയില്ല. കാരണം ഇത്ര ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അപ്പോൾ അത്ര ബുദ്ധിമുട്ട് വേണ്ട. നീ ഇതാണ് ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ നമ്മളങ്ങനെ കേറുമ്പോ കണ്ടിമുട്ടിയ 4 പേരെ ഇപ്പൊ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മുകളിലെത്തിയിട്ട് അടിക്ക് ഇറങ്ങുമ്പോഴാണ് ഈ 4 വ്യക്തിത്വങ്ങൾ കണ്ടുമുട്ടിയത്. ചേച്ചിമാർ ഹായ് പറയൂ. കാണാനില്ല, കണ്ടില്ല. മറ്റേ 2 പേരോ അവര് മൈൻഡ് ആക്കണ്ട സിഗ്മെന്റ് വേണം. അപ്പൊ ഓക്കെ, നമ്മുടെ അടുത്ത കൂട്ടം വന്നിരിക്കുകയാണ്. ഹലോയ് ഹായ് പറ. ഇനി ഇതാണ്. അപ്പൊ നമ്മൾ അടിക്ക് പോകാണ്. എനിക്കൊരു കപ്ലിന്റെ ഓഫർ ചെയ്തു ഗൈസ്. ഓ മൈ ഗോഡ്, വലിയ നന്ദി ഗൈസ്. അങ്ങനെ ഇലക്ട്രീസ് ഒരു കപ്ലിന്റ് തന്നിരിക്കുകയാണ്. വലിയ ഉപകാരട്ടാ. നന്ദിക്ക് വേണ്ടി നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, നമ്മളങ്ങനെ അവിടുന്ന് ആനക്കുത്തി പള്ളി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ കുടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കുറേ പേര്. ഞാൻ അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. കുറച്ച് ഷേക്കിംഗ് ഉണ്ടാവും. നല്ല അഗാധമുള്ള സ്റ്റെപ്സാണ് ഇറക്കുന്നത്. അവർ വെള്ളം കോരുന്നുണ്ട്. ചേച്ചി വെള്ളം കോരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ നോക്കാം. ആ ചേച്ചി തള്ളി നോക്കുന്നുണ്ട്. കിട്ടുമെന്ന് ഉറപ്പില്ല. ഇനി ഇതിൽ കൂടെ അങ്ങനെ കയറിപ്പോയിട്ട് നമ്മൾ അടുത്ത സ്ഥലം തോമസ് ലിഹയുടെ പാദമുദ്ര പതിഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഗൈസ്, നമ്മുടെ യൂട്യൂബർ രക്ഷയില്ല ഗൈസ്. യൂട്യൂബർ ഒരേ പോക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവനിങ്ങനെയാണ് ഗൈസ് ആൾക്കാരെ യൂട്യൂബിൽ ഫേമസ് ആയ നമ്മുടെ സ്വന്തം ചെക്കൻ. ഇവൻ രക്ഷയിലാണ് ഗൈസ് പോകുന്നത്. ആ പവർ നോക്കും നിങ്ങൾ ഗൈസ്. അങ്ങനെ ഉപ്പ് സോഡ പഠിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഡ്വിൻ ഉപ്പ് സോഡ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവന് ഉപ്പ് സോഡ പഠിക്കാണ്. ഓക്കെ, ഞാനൊരു ഉപ്പ് സോഡ പിടിച്ചു. ഓക്കെ, അപ്പം നമ്മളിഞ്ഞ് മെല്ലെ അടിയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഓക്കെ, അപ്പം ഇനി അടിയിലെത്തിയിട്ട് കാണാം. ഓക്കെ,
നമ്മളങ്ങനെ അടിവാരത്തിൽ ചേർന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ അടിവാരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലത്തെ കടയിൽ നിന്ന് അല്ല അവിടുത്തെ കടയിൽ നിന്ന് തന്നെ 2 മുട്ട ബജി കഴിച്ചു. അപ്പോൾ അത് എന്താ പറയുക, ഒരു 100 നോട്ട് ഉണ്ടാകുന്നു. 100 നോട്ട് എന്താ പറയുക 30 രൂപയ്ക്ക് മുട്ട ബജി കഴിച്ചു. അതിന് ബാക്കി 70 രൂപയ്ക്ക് ഒരു മസാല ദോശ കഴിച്ചു. അങ്ങനെ വേറെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ തിണ്ണയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെയുള്ളത് ആസ്റ്റർ, അവൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ സമയത്തിലോ 12 മണിയായോ? ഇപ്പോൾ 12:10 ഇനി എല്ലാവരും വന്നതിന് ശേഷം വണ്ടി കയറി പോകുന്നതായിരിക്കും. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞു. നന്നായിട്ട് ആയിക്കുണ്ട്, വെള്ളം മേടിക്കാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. പിന്നെ മല ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു അവിടെ 10 രൂപയ്ക്ക്. ഇതിലാകെ 100 രൂപയുള്ളൂ ആ സമയത്ത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ആളുടെ ചേഞ്ച് ചെയ്ത് തരാനായിട്ട് അപ്പോൾ ആൾ ഫ്രീ ആയിട്ട് എനിക്ക് ചുക്ക് കാപ്പി തന്നു. അത് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ എന്താ പറയുക, ഇവിടെ നിന്നാണ് മസാല ദോശ കഴിച്ചത്. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാല്ലേ ഗായ്സ്. നമ്മളങ്ങനെ വണ്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അടിപ്പള്ളിയിലേക്ക് പോയിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ കുറച്ച് നടക്കാൻ വയ്യാത്തവർ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുള്ളൂ, കുറച്ച് പേരുള്ളൂ. ഞാനും പോയിട്ടില്ല, കാലിന് നല്ല വേദനയുള്ളതുകൊണ്ട്, വേദനയല്ല കാല് കഴയുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് പിള്ളേരെ കാണിച്ചു തരാം. ഭയങ്കര കളി ഗൈസ്. മിണ്ടാണ്ടിക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറയൂ, എന്തെങ്കിലും പറയാം. കയ്യും കാലും നല്ല വേദനയുണ്ട്. വേറെ എന്തൊക്കെ പറയല്ല? വേറെന്താ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട്? ഇനിയും കയറോ? ഇനിയും കയറും. യൂട്യൂബർ ഉള്ളതുകൊണ്ട് നല്ല എനർജി ഉണ്ട്. ഞാൻ പിന്നെ കണ്ടിട്ടില്ലടാ പറയല്. ഞാൻ ഇറങ്ങുമ്പോളെ കണ്ടിട്ടുള്ളവരെ ഭയങ്കര വലിച്ചല്ലേ ഇവിടെ. പറയൂ, വല്ല എക്സ്പീരിയൻസ് വല്ലതും പറയാനുണ്ടോ? എല്ലാവരും ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ എല്ലാവരും ഭയങ്കര അപ്പൊ ഓക്കെ ബൈ ഗൈസ്. നമ്മളങ്ങനെ 3 മണിയായപ്പോൾ, കൃത്യം 3 മണിയായപ്പോൾ അല്ല 2:50 തിരിച്ചെത്തി. ഇപ്പോൾ സമയം 3 മണിയായി ഞാൻ വീട് എടുക്കുമ്പോൾ. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നത് കപ്പയുടെ തൊട്ട് ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച, ലോഷാന ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30ക്കാണ് മറ്റേ CLCയുടെ അതിരൂപയുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആക്കി ഇടാം, വേറെ ഇടാം. അത് ഇതിൽ കയറ്റാനില്ല, മലയാറ്റൂരിന് മാത്രം മതി. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ല സജഷൻസും വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ മാറ്റാൻ കുറേ പേര് പറഞ്ഞു, പറ്റണില്ല എന്താണോ. ഓക്കെ ബൈ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇത്ര നേരം ശ്രമിച്ചതിന് നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ടാറ്റ. അപ്പോൾ ഇറ്റ്സ് മീ റോജു സൈനിങ് ഔട്ട് ഫ്രം കൊട്ടേക്കാട് പള്ളി, അല്ല കപ്പേള പള്ളി അവിടെ. ഓക്കെ, അപ്പോൾ ടാറ്റ, താങ്ക് യു.